നമസ്കാരം. ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ സ്ത്രീപക്ഷ നിയമങ്ങൾ, സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ സ്ത്രീകൾക്ക് ഗുണകരമായിട്ടാണോ അതോ അവർക്ക് അവരുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണോ ഉപയോഗിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അതിപ്പോ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു, ഒരു ദിവസം ലൈവും ചെയ്തിരുന്നു. അതിനുശേഷം ധാരാളം പേർ എന്നെ വിളിക്കുന്നു, ദിവസവും കോൾ ചെയ്യുന്നു, അവരുടെ വിഷമങ്ങൾ പറയാൻ ശ്രമിക്കുന്നു. അവരുടെ വിഷമങ്ങൾ എന്ന് പറയുമ്പോൾ പുരുഷന്മാരാ വിളിക്കുന്നത്. ഇതുകൊണ്ട് ഗതികേടിലായിട്ടുള്ള, സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, കുടുംബം താറുമാറായ, പലരുടെയും വീടുകൾ ജപ്തിയായ, പലരുടെയും മാതാപിതാക്കൾ ഈ പെണ്ണിന്റെ, അതായത് ഇയാളുടെ ഭാര്യയുടെ ഈ പീഡനം കാരണം ആദ്യ കയറി മരണപ്പെട്ടു പോയ, അങ്ങനെ ഒട്ടനവധി ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഒട്ടനവധി ഗൃഹനാഥന്മാർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു, വിളിക്കുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആ സംസാരമൊക്കെ കേൾക്കാനും അത് കേട്ട് നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നിവൃത്തിയില്ല. ദയവ് ചെയ്ത് നിങ്ങളുടെ കഥ പറയാനായി എന്നെ വിളിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ എന്നെ വിളിക്കരുത്, വിഷമം പറയരുത് എന്ന് പറയുന്നതിന് കാരണമുണ്ട്. തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്റെ ചാനലിലൂടെ ഞാൻ പുറത്തുവിടാൻ തയ്യാറാണ്, പക്ഷെ അതാരും തന്നെ അതിന് തയ്യാറല്ല. അങ്ങനെ കേരളത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള കേസുകളിൽ കള്ളക്കേസ് എടുത്തുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ട് സ്ഥലം, വസ്തുവകകൾ മുഴുവൻ നഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ, അവർ മുന്നോട്ട് വന്ന് അവരുടെ അങ്ങനെ പീഡിപ്പിച്ച സ്ത്രീകളെയോ അവരുടെ കുടുംബത്തെയോ മറ്റാരെയോ പറ്റി പറയണ്ട. അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹികമായിട്ട് ഇതൊരു അവബോധം ഉണ്ടാവുകയും വലിയൊരു വിഭാഗം ഉണർന്നെഴുന്നേൽക്കുകയും നീതിപീഠത്തിനോ നിയമപാലനത്തിനോ ഒക്കെ ബോധമുണ്ടാവുകയും നിയമം ഒരു പക്ഷേ പരിഷ്കരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആരും ഒരു തെളിവുമില്ല, ഒന്നുമില്ല, സ്വകാര്യ ദുഃഖം പങ്കുവെക്കും. സ്ത്രീപക്ഷ നിയമങ്ങൾ സ്ത്രീകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പുരുഷന്മാരുടെ സമ്പത്തും കുടുംബവും നശിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ വിളിച്ചിട്ട് ഈ സങ്കടങ്ങൾ, മണിക്കൂറുകളോട് സങ്കടം പറയുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ്, നിങ്ങളൊരു 1000 രൂപ ഈ കാണുന്ന ഗൂഗിൾ പേയിലേക്ക് ചെയ്യാം. ചെയ്തിട്ട് നിങ്ങൾ എന്നെ വിളിച്ചോളൂ. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ ഇരുന്ന് സംസാരം കേൾക്കാം. നിങ്ങളുടെ സംസാരം മുഴുവൻ ഞാൻ കേൾക്കാം. ദാറ്റ് ഇസ് കൗൺസിലിംഗ്. ഞാൻ ഇരുന്ന് കേട്ടോളാം. അല്ലാതെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ആൾക്കാരുടെ കോളുകൾ കേട്ടുകൊണ്ട് കുത്തിയിരിക്കാന്ന് വെച്ചാൽ എന്റെ ഒരു പണി നടക്കില്ല, ഒരു പരിപാടി നടക്കില്ല. ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പരാതി, ഇയാൾ വലിയ ജാടക്കാരൻ എന്നൊക്കെയാണ് പറയുന്നത്. ഞാനും ഒരു കുടുംബവും കുട്ടികളുമായിട്ട് ജീവിക്കുന്ന ആളാണ്. എനിക്കും ജോലിയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗും മറ്റു കാര്യങ്ങളും ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ സമയം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ എനിക്കതിന് പ്രതിഫലം കിട്ടണം. ഞാനത് തുറന്നു പറയുന്നത് എല്ലാവരെയും പോലെ അല്ല. ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ ഓപ്പണായി തന്നെ പറയും. അതുകൊണ്ടാണ് ഈ ചാനലിലൂടെ തന്നെ പറയുന്നത്. എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കടം എന്നെ വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു കൗൺസിലിംഗ് ആയിട്ട് കണക്ക് കൂട്ടി എനിക്ക് പേയ്മെന്റ് തരേണ്ടി വരും. നേരെ മറിച്ച് നിങ്ങൾ വിളിച്ചോളൂ, ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം അറിയാനോ ഒന്ന് പരിചയപ്പെടാനോ ഒക്കെ ഒരു 2-3 മിനിറ്റ് നമുക്ക് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് സ്വാഭാവികമായ കോളുകളാണ്, അത് ഞാൻ എടുക്കും, അതിന് മറുപടി പറയും. പക്ഷെ നിങ്ങളുടെ ജീവിത കഥ പറയാനാണെന്നുണ്ടെങ്കിൽ അത് ഞാനത് ലൈവില് നിങ്ങളെ കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അത് 4 പേരെ കാണിക്കാം. അത് കാണണം. ഇത്രയധികം ദുഃഖങ്ങൾ, ഇത്രയധികം പ്രയാസങ്ങളും കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട് എന്ന് എണ്ണി ഈ പറഞ്ഞ നിയമ സംവിധാനത്തെ ബോധിപ്പിക്കണം. നമുക്ക് ഒരു തുടക്കമാകട്ടെ. അപ്പോൾ അത്തരത്തിൽ ഞാൻ ആൾക്കാരോട് പറയുമ്പോൾ ആ പറയുന്ന ആൾക്കാർക്ക് അത് പ്രയാസമാണ്, മറ്റുള്ളവർ പറയട്ടെ, വേറെ ആൾക്കാർ പറയട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ വിളിക്കുന്നത്? നിങ്ങളുടെ വിഷമവും കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ കേട്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ എന്റെ പേയ്മെന്റ് ആവശ്യപ്പെടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിഷമം, നിങ്ങൾ അനുഭവിച്ച ആ കഥ അത് ലോകം അറിയണം. അത്തരത്തിൽ ഒരുപാട് പേരുണ്ട്, ഒരാൾ മാത്രമല്ല. ഒരാൾ പറഞ്ഞാൽ മാത്രമേ വീണ്ടും ആൾക്കാർ പറയുള്ളൂ. അത്തരത്തിൽ 100 കണക്കിന് 1000 കണക്കിന് പറയാൻ ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്, ഈ കൊച്ചു കേരളത്തിലുണ്ട്. ഇന്ന് അത്തരത്തിലാണ് ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത്. അത് എണ്ണി പറയണം. ഓരോരോ കേസുകൾ പുറത്തു വരണം. അത് കേരളത്തിൽ അറിഞ്ഞിട്ട് അവസാനം ഇവിടുത്തെ നിയമ സംവിധാനത്തിന് നാണക്കേടാണ് ഇത് എന്ന് മനസ്സിലാക്കണം. നിയമം തിരുത്തേണ്ട കാലം കഴിഞ്ഞു. പക്ഷെ തിരുത്താൻ വേണ്ടിയിട്ട് എന്ത് തെളിവാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഒരൊറ്റ പുരുഷൻ തനിക്ക് ഇങ്ങനെ സംഭവിച്ചു, തന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് സ്വകാര്യമായി വിളിച്ച് ഫോണിൽ കുച്ചുകുച്ചുക്കുന്നല്ലാതെ പരസ്യമായി വന്നിരുന്ന് എന്നെ ചതിച്ചു, ഇനിതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് പറയാൻ ആണത്തമില്ലാത്ത ആരും എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ സങ്കടം കേൾക്കാൻ എനിക്ക് സൗകര്യവുമില്ല. നിങ്ങൾ പറയാൻ തയ്യാറുണ്ടെങ്കിൽ വിളിക്ക്. അത് ലോകത്തെ അറിയിച്ചുകൊണ്ട്, മറ്റുള്ളവരെ അറിയിച്ചുകൊണ്ട്, ഇതൊരു നീതികേടാണ്. സ്ത്രീ മാത്രമല്ല, സ്ത്രീക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചാനലുകളും മറ്റുമെല്ലാം അവളെ ഫോട്ടോ പൊതിഞ്ഞു വെച്ചിട്ട് ലോകത്തെ മുഴുവൻ അറിയിക്കുമല്ലോ. ആ പുരുഷന്റെ ഫോട്ടോയും വെക്കുമല്ലോ. അവൻ പ്രതിയാണെങ്കിലും അല്ലെങ്കിലും, കുറ്റവാളിയാണെങ്കിലും അല്ലെങ്കിലും അവന്റെ ഫോട്ടോ വെച്ചിട്ട് ആഘോഷിക്കുമല്ലോ. അവന്റെ ചുക്കാമണി ചെത്തണം, വേറെന്തൊക്കെയോ ചെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പോക്സോ കേസായാലും പീഡന കേസായാലും
ആരോപിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗാർഹിക പീഡന കേസോ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീധന പീഡന കേസോ ഒക്കെ ആരോപിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ പണ്ടമെടുത്ത് വിറ്റെന്നോ അല്ലെങ്കിൽ അടിച്ചെന്നോ തല്ലിയെന്നോ കുത്തിയെന്നോ ചവിട്ടിയെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് കള്ളക്കേസ് കൊടുത്ത് ഈ ഭർത്താക്കന്മാരെ ഇട്ട് നട്ടം ചെരുത്ത് ഇട്ടാ വരയ്ക്കുമ്പോൾ തിരിച്ചു മിണ്ടാതെ വായും പൊത്തി നീയൊക്കെ നിൽക്കുന്നതിന്റെ കുഴപ്പമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരെ കൈവയ്ക്കാനോ അവരെ ശല്യപ്പെടുത്താനോ നമുക്ക് കഴിയില്ല. നിയമം അവർക്കൊപ്പമാണ്. പക്ഷെ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. നമ്മളെ ഇന്ന രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഇന്ന രീതിയിൽ ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സ്വന്തം അനുഭവം പറയാം. ഒരുത്തന്റെ പേര് പറയേണ്ട ആവശ്യമില്ല, മറ്റാരുടെയും പേര് പറയണ്ട. സ്വന്തം അനുഭവം പറയുമ്പോഴത്തേക്ക് ബുദ്ധിയുള്ളവർക്ക് അറിയാലോ ഇവന്റെ കെട്ടികൾ ആരാണെന്നുള്ളത്. അത് മനസ്സിലാക്കിക്കോളും. ആ കഥ പറയാൻ അത് ജനങ്ങൾ അറിയണം. ഇനി എന്തിനാണ് മൂടി വെച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ സകലതും നഷ്ടപ്പെട്ടു, എല്ലാം പോയി. അങ്ങനെ പോയി നിൽക്കുന്ന നിങ്ങൾ, ആകെ മുങ്ങി നിൽക്കുന്ന നിങ്ങൾ കുളിരിൽ നോക്കിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പുറത്തു പറയണം. പുറത്തു പറയാൻ തയ്യാറുള്ളവർ മാത്രം, കഥ പറയേണ്ട അങ്ങനെയുള്ളവർ മാത്രം എന്നെ വിളിച്ചാൽ മതി. അവരുടെ കഥ ഞാൻ കേൾക്കും, അവരുമായിട്ട് ഇന്റർവ്യൂ ചെയ്യും, അത് ലോകത്തെ അറിയിക്കും. കാരണം ജനം അറിയട്ടെ എന്തൊക്കെയാണ് അവർ അനുഭവിച്ചത്, എത്രയാണ് അവർക്ക് നഷ്ടം സംഭവിച്ചത്, എന്തൊക്കെയാണ് അവർ അനുഭവിച്ചത്, അത് അറിയണമല്ലോ. ഒരുപാട് പേരത് പറയാൻ കേൾക്കാൻ ആളില്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർ ഫോൺ ചെയ്തിട്ട് എന്നോട് സ്വകാര്യമായിട്ട് കുശുകുശ നിൽക്കാൻ നടക്കില്ല, ഇരുന്ന് തരാൻ പറ്റില്ല. കാരണം എനിക്ക് ചെലവും കാര്യങ്ങളും കുട്ടികളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ചെലവിന് കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള വരുമാനം നിങ്ങൾ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇതാണ് ഗൂഗിൾ പേ. ഇതിൽ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങൾ വിളിച്ചോ, ഞാൻ ഇരുന്ന് കേൾക്കാം. 1 മണിക്കൂർ ഇരുന്ന് അങ്ങോട്ട് കേൾക്കാം. നിങ്ങൾക്കും സന്തോഷമായി, എനിക്കും സന്തോഷമായി. നിങ്ങൾ ആരുടെ മുന്നിൽ പോയിരിക്കുന്നില്ല, ഒന്നുമില്ല. 1 മണിക്കൂർ നേരം നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. പരസ്പരം സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ സമയം ചെലവഴിക്കാം. ഒരു പ്രശ്നമില്ല. എനിക്ക് സന്തോഷം. എനിക്ക് കാശ് കിട്ടിയിട്ടാണല്ലോ. 2004 മുതൽ 2023 വരെ കൗൺസിലിംഗ് രംഗത്തുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 2014 മുതൽ 2023 വരെ ഫാമിലി കൗൺസിലിംഗ് രംഗത്ത് കേരളത്തിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു റേറ്റിംഗിൽ മുന്നോട്ട് പോയ ആളാണ് ഞാൻ. ചെയ്തിട്ടുള്ള ഫാമിലി കൗൺസിലിങ്ങളിൽ ഏകദേശം 60-70% കേസുകൾ സിംഗിൾ സിറ്റിംഗിൽ തന്നെ ക്ലോസ് ചെയ്ത ആളാണ് ഞാൻ. അതിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കേസുകളെല്ലാം ഉണ്ട്. അതായത് കുടുംബ കോടതിയിലുള്ള കേസ്, ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തത്, വസ്തു അറ്റാച്ച് ചെയ്യാൻ കൊടുത്തത്, അതേപോലെ ഗാർഹിക പീഡനം, ലൈംഗിക പീഡനം എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ആ കേസുകൾ യോജിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ചിലതൊക്കെ ഡിവോഴ്സ് ആയിട്ട് പോയിട്ടുണ്ട്, പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മടുത്തിട്ട്, എങ്ങനെ മടുത്തിട്ട്? അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. നമ്മൾ വളരെ ബുദ്ധിമുട്ടി വണ്ടിയിൽ എണ്ണയും അടിച്ച് ചെന്നിരുന്ന അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുമ്പോൾ ആ വൈകുന്നേരം പറയും അവിടെ 100 ഉള്ളൂ, ഇവിടെ 200 ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സൗകര്യമില്ല, നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടായി കഴിഞ്ഞാൽ എനിക്കൊരു ഒന്നും സംഭവിക്കാനില്ല എന്നുള്ള തിരിച്ചറിവിലാണ് ഞാനത് ഇന്നും പിന്മാറിയത്. ഇന്ന് എന്റെ സേവനം ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ സേവനം കിട്ടും. പക്ഷെ അതിന് എനിക്കൊരു കൂലിയുണ്ട്, ആ കൂലി നിങ്ങൾ തരേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങൾ എവിടെ പോയി പരിഹരിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. കാര്യം അധ്വാനിക്കുന്നവന് അതിന്റെ കൂലി കിട്ടണം. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരു സേവനമാക്കി ചെയ്യാൻ നമ്മളാരും ഈ പറഞ്ഞ പോലെ കൊച്ചി രാജാവിന്റെ ചെറുമോനൊന്നും അല്ല, അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് സങ്കടം പറയാൻ ആരും വിളിക്കണ്ട. ഞാനൊക്കെ പ്രാരബ്ധക്കാര് തന്നെയാണ്. യൂട്യൂബിൽ നിന്നൊന്നും അതിനുള്ള വരുമാന കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സംഭവിച്ച ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ലോകത്ത് ഒരുപാട് പേര് അതുപോലെ പറയാനുണ്ട്. അവര് വരും, അവരും പറയട്ടെ. ഈ ബന്ധപ്പെട്ട അധികാരികൾ അവരെ അറിയട്ടെ. പുരുഷന്മാര് ഇവിടെ കിടന്ന് നക്ഷത്രക്കാലം എണ്ണുന്നുണ്ട്. സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകളെക്കാൾ ഏറെ ഈ സ്ത്രീകളെ കൊണ്ട് പുരുഷന്മാരാണ് ഇവിടെ നക്ഷത്രക്കാലം എണ്ണുന്നത്. എന്തുകൊണ്ടാണ് പുരുഷൻ തുറന്നു പറയാത്തത്? ഈ അഭിമാനം എന്ന് പറയുന്നത് ദുരഭിമാനം എന്തിനാണ് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അത്രയ്ക്ക് വലിയ അഭിമാനികളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ പിന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വരേണ്ടത്? എനിക്ക് എന്തിനാ എന്റെ ആവശ്യം? അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് സങ്കടം പറയാൻ ആരും വിളിക്കണ്ട. സങ്കടം പറയുന്ന ആൾക്കാർ 1000 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞോ, 1 മണിക്കൂർ ഞാൻ നിങ്ങളുടെ സങ്കടം കേൾക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും 1000 രൂപ ഇട്ട് തരേണ്ടി വരും. ഇത് ഞാനിങ്ങനെ പറയുന്നത് എന്റെ ഗതികേട് കൊണ്ടാണ്. പിന്നെ നട്ടപ്പാതിരയ്ക്കും അപ്പോഴും ഇപ്പോഴൊക്കെ പലരും ആത്മഹത്യയുടെ വക്കിൽ നിന്നുകൊണ്ട് വിളിക്കുന്നുണ്ട്. അവർ വിളിക്കട്ടെ. നമുക്ക് എന്തായാലും അവർക്കുള്ള ഒരു സൊല്യൂഷൻ 1-2 മിനിറ്റ് മതി. നമ്മൾ 1-2 ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ അവരിൽ നിന്ന് വേർപെട്ടോളും. അത് എത്രയോ വർഷങ്ങളായി തുടങ്ങിയിട്ട്. പിന്നെ വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ആൾക്കാരോട് ദയവ് ചെയ്ത് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. പിന്നെ അഭിപ്രായം പറയുന്നത് നിങ്ങൾ വാട്സപ്പിലും എന്റെ യൂട്യൂബിന്റെ കമന്റിലും ഒക്കെ എഴുതുന്നതാണ് എനിക്ക് താല്പര്യം. എന്റെ കമന്റ് ബോക്സിലൊക്കെ എഴുതുക. പിന്നെ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ഞാൻ കേട്ടതിന് ശേഷം എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യും. ഫോൺ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കാര്യങ്ങൾ വളച്ചൊടിക്കാതെ തുറന്നു പറഞ്ഞതാണ്. എന്നോട് വിരോധം തോന്നരുത്. എല്ലാവർക്കും നമസ്കാരം. Different angles. Don't forget to subscribe and support this channel.